ശരിക്കും പക്ഷേ ഇതിൽ ഇത്രയും നല്ലൊരു ടാലന്റ് കിടക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഫിലിമിൽ എന്നാ പറ്റിയ ആദ്യം വരാത്തെ ഇത്ര നല്ല ക്യാരക്ടർ ഇപ്പോഴാണ് ഞങ്ങൾ വാഴയിൽ കണ്ടത് ഒരു അമ്മ ചേച്ചി അത് എന്താ പറയാ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇടയ്ക്ക് കുറച്ച് നാള് ഗ്യാപ്പായിരുന്നു, പിന്നെ വന്നത് കോമഡി പ്രോഗ്രാംസിലാണ്. അതിന്റെ ഇടയിലും കുറച്ച് ഗ്യാപ്പ് അതെന്താ വെച്ചാല് PG ചെയ്യാനായിട്ട് നമ്മൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഞാൻ തിയേറ്റർ ആർട്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നു, 2 years. അത് പിന്നെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്ന് പറയുന്നത് പോലെ നമ്മളിനി വിചാരിച്ച സമയത്ത് വരുന്ന ഒരു കാര്യമില്ലല്ലോ. കാരണം ഞാൻ എന്റെ ആദ്യത്തെ പടം ഇറങ്ങുമ്പോൾ വിചാരിച്ചു അത് സെറ്റ് ആവുമായിരിക്കും എന്ന് വിചാരിച്ചു. അത് കേശു ഈ വീടിന്റെ നാഥൻ, അത് OTT-ലായിരുന്നു റിലീസായത്. അപ്പൊ ഞാൻ അത് പ്രതീക്ഷിച്ചു, പക്ഷെ അത് എന്തോ ആയില്ല. അപ്പൊ പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു ഈ വിമൻ എംപവർമെന്റ് ഡയറക്ടേഴ്സിനെ ഇതായിട്ട് എംപവർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്. അതില് ഡിവോഴ്സ്, അതിനകത്ത് നല്ലൊരു ക്യാരക്ടറായിരുന്നു. സൈനബ എന്ന് പറഞ്ഞിട്ട് 2 കുട്ടികളുടെ അമ്മ, ഭർത്താവുമായിട്ട് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഫാമിലി കോർട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന അങ്ങനത്തെ ഒരു ലേഡി. അത് നല്ല അഭിനയ സാധ്യതയുള്ള ക്യാരക്ടർ റോളായിരുന്നു. അത് നല്ല ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം അതും ഇങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ മൂഡ് പടമായതുകൊണ്ട് അതും അങ്ങനെ സെറ്റായില്ല. പിന്നെ അത് കഴിഞ്ഞ് വയസ്സെത്രയും 30 എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തു. അതിനകത്തൊരു ചെറിയ കാര്യം, അതെൻ്റെ ഈ ചന്ദ്രയുടെ ഇത് കണ്ടിട്ട്, അത് കോഴിക്കോട് സ്ലാങ്ങിലുള്ള സിനിമയായിരുന്നു. അത് കണ്ണൂർ ആ ഭാഗത്തുള്ളവര്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഹോസ്പിറ്റലില് നേഴ്സാണ് ഞാൻ. അപ്പൊ ട്രിവാൻഡ്രം സ്ലാങ് സംസാരിക്കുന്ന ഒരൊറ്റ സീൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മേ ബി വരും. അപ്പൊ അതൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് എപ്പോഴും അഭിനയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഏത് മീഡിയം ആയാലും, എന്നെ സംബന്ധിച്ച് ഏത് മീഡിയം ആണെങ്കിലും പ്രശ്നമില്ല. അത് ഇപ്പൊ നാടകമായാലും സ്ക്രിപ്റ്റ് ആയാലും. ഇത്രയും ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? നാടകം ചെയ്യും. ഞങ്ങൾ ഒരുമിച്ച്. എനിക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം, എനിക്ക് അല്ലാതെ പറ്റില്ല. നമ്മൾ തൃശ്ശൂരാണെങ്കിൽ ഓൾറെഡി 2-3 ഡയറക്ടേഴ്സിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. അതില് എസ്പെഷ്യലി നമ്മുടെ ശശിധരൻ നടുവിൽ എന്ന് പറഞ്ഞിട്ട് റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പിൽ 2-3 നാടകങ്ങൾ ഞാൻ ലാസ്റ്റ് ചെയ്തത് തായ്ക്കുലം എന്ന് പറഞ്ഞിട്ടൊരു സാറ ജോസഫ് ടീച്ചറിന്റെ തായ്ക്കുലം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഉണ്ട്, ഒരു ഷോർട്ട് സ്റ്റോറി. അതായത് അതിന്റെ നാടകമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോളോ പെർഫോമൻസ് ആയിരുന്നു. അത് നല്ല രസമുള്ള നാടകമായിരുന്നു. അത് ശൂർപ്പണഖയുടെയാണ്. ശൂർപ്പണഖയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് കഥ പോകുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ രാമൻ ലക്ഷ്മണൻ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ സാധാരണ ശൂർപ്പണഖയെ കണ്ടിട്ടുള്ളത്. പക്ഷെ നേരെ തിരിച്ച് ശൂർപ്പണഖയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഇവരെങ്ങനെയായിരുന്നു ശൂർപ്പണഖയോട് പെരുമാറിയത്, അത് ശരിയായിരുന്നോ, ഒരു സ്ത്രീ എന്നുള്ള ഇതില് അവര് ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുന്നത്. എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണോ അതോ നമ്മൾ രാമായണത്തിൽ അത് നെഗറ്റീവ് ആണ്, പക്ഷേ ഈ പലരും ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഇന്റർപ്രിട്ടേഷനില് ശൂർപ്പണഖ നല്ല ഒരു ഇതായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അശ്വതി ആ ക്യാരക്ടർ ചെയ്തപ്പോ ആ ക്യാരക്ടറെ കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ക്യാരക്ടർ പറയുന്നതൊക്കെ ശരിയല്ലേന്ന് തോന്നി. അപ്പം ആ ശൂർപ്പണഖയുടെ വിഷനില് വ്യൂ പോയിന്റില് ഷി വാസ് നൈസ്. അത് നെഗറ്റീവ് ആയിരുന്നു. അല്ല, രാമായണം തിരിച്ചെഴുതണ പോലെയോ? അതല്ല, നമുക്ക് അറിവ് ആ സ്റ്റോറിക്കകത്ത് സാറ ടീച്ചർ പറഞ്ഞു വെച്ച പോയിന്റ് നമ്മൾ വായിച്ചപ്പോഴും അഭിനയിച്ചപ്പോഴും ഒക്കെ എനിക്ക് എവിടെയൊക്കെയോ ശരിയല്ലേ എന്ന് തോന്നിയിരുന്നു. കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ്? ഞാൻ ഇയാള് ചെയ്യുന്ന എല്ലാ ഒട്ടുമുക്ക തിയേറ്റർ വർക്കിലും ക്രിയേറ്റീവ് സൈഡിൽ ഞാൻ ഉണ്ടാവും. ക്രിയേറ്റീവ് ഹെഡായിട്ട് ഞാനിപ്പോ ശശിധരൻ മാഷിന്റെ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്നുള്ള ഞങ്ങള് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയാറില്ല. ഇങ്ങനെ ചെയ്താൽ ചിലപ്പോ ആലോചിച്ച് നോക്കൂ എന്ന് പറയും. അല്ലാണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയാറില്ല. ഇങ്ങനെ ചെയ്ത് നോക്കി നോക്ക്, ചിലപ്പോ അത് വർക്കാവും. അപ്പൊ അങ്ങനത്തെ ഡിസ്കഷൻ ഒക്കെ വരും. അല്ലാണ്ട് ആക്ടിങ്ങിൽ കയറി ഞാൻ ഇടപെടാറില്ല. ആസ് ആൻ ആർട്ടിസ്റ്റ് കിഷോർ എങ്ങനെ അശ്വതി പറയുന്നത്? എന്താ ജഡ്ജ്മെന്റ്? ഞങ്ങളൊക്കെ 110 ആണ്. 100-ല് ഒറ്റ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയാള് ഫുൾ ടൈം ആക്ട് ചെയ്യാതെ. പക്ഷെ ഞാൻ അതാ പറഞ്ഞ ഈ സിനിമ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നുമില്ലെങ്കിൽ പോലും ഞങ്ങൾ ഇത് നാടകം പിടിക്കും, ഞങ്ങളത് ചെയ്തോണ്ടിരിക്കും. ഇവിടെ വന്ന് നമ്മള് ഭയങ്കര വലിയ ചർച്ചയായി, ഭക്ഷണവും തരുന്നില്ല, രാമായണ കഥയും പറഞ്ഞു,
രാമനെയും സീതേനെയും ലക്ഷ്മണനെയും ശൂർപ്പണൊക്കെ എല്ലാം പറഞ്ഞു. എന്നിട്ടും ഭക്ഷണം രാമായണം വരെ തിരുത്തി. അല്ല അത് എന്താ വെച്ചാല് നമ്മൾ ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ സബ്ജക്റ്റുകൾ ഇഷ്ടംപോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമ്മളിങ്ങനെ എനിക്ക് പക്ഷെ അശ്വതിയുടെ വർത്താനം പറഞ്ഞിട്ട് തീർന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഇനിയും അറിയാനുള്ള ഒരു കൗതുകമുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ, സമയം ലിമിറ്റേഷൻ നമുക്കുണ്ട്. അശ്വതി വേറെ സെക്ഷൻ വെക്കണം കേട്ടോ നമുക്ക്. ഇപ്പൊ ഇനി എന്തായാലും ഞാൻ ഭക്ഷണം തരട്ടെ. ഇവിടുത്തെ അല്ല, ഒരു നോർത്ത് ഫ്ലേവർ ആണ്. നമ്മൾ ചെയ്യുന്ന മട്ടൺ കറി പോലെയല്ല, നമ്മുടെ നാടൻ ഒരു ഭക്ഷണമല്ലേ. അപ്പൊ ഞാൻ വെച്ചാൽ നിങ്ങൾ അതൊക്കെ എപ്പോഴും കഴിക്കുന്നല്ലേ, ഒരു ഡിഫറെന്റ് ആയിട്ട് തരണ്ടേ? അല്ല അത് മാത്രല്ല, ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഞങ്ങള് ഇടയ്ക്ക് ഡൽഹിയിൽ പോകും. അപ്പം ഡൽഹിയിലൂടെ പോകും, നടന്ന് ഡൽഹി സ്ട്രീറ്റ് ഫുഡ്സ് കഴിക്കും. നടന്ന് സ്ട്രീറ്റ് ഫുഡ്സ് കഴിക്കും. ഡൽഹിയിൽ ഭയങ്കര രസമാണ്. അതെനിക്ക് ഇത് കഴിച്ചപ്പോ എനിക്ക് അവിടുത്തെ ആ ഒരു ഫ്ലേവർ കിട്ടി. എനിവേ താങ്ക് യു. പക്ഷെ ഒരു കാര്യം എനിക്ക് അശ്വതിയോട് പറയാനുള്ളത്, എല്ലാ അമ്മ ക്യാരക്ടറായിട്ട് കാറ്റഗറൈസ്ഡ് ആവരുത്. വെരി ബിഗ് ആർട്ടിസ്റ്റ്. അല്ല എനിക്കത് അങ്ങനെ തന്നെയാണ്, എനിക്കും ചലഞ്ചിങ് ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. പിന്നെ നമ്മളിപ്പോ കേറുന്നില്ലേ ഉള്ളൂ ചേച്ചി സിനിമയിൽ. അപ്പൊ നമ്മള് കയറി ഉടനെ ഞാൻ അമ്മ പക്ഷെ ചെയ്യൂല എന്ന് പറയണ്ട. പക്ഷെ നമുക്ക് എല്ലാം ചെയ്യാം. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ആനീസ് കിച്ചണിൽ വന്ന് പോയ സ്ഥിതിക്ക് അതിന്റെ ഐശ്വര്യം കൂടെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ പല ക്യാരക്ടേഴ്സ് വന്ന് അശ്വതി ബിസി ആവട്ടെ. ഇനിയും എന്താ പറയാ, ചേച്ചി എനിക്ക് നിൽക്കാൻ സമയമില്ല ചേച്ചി, ഞാൻ അടുത്ത പ്രാവശ്യം വരാം എന്ന് പറയാനുള്ള ഒരു വിളിയും അശ്വതിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിച്ച എല്ലാ ഐശ്വര്യം രണ്ടുപേർക്കും ഈശ്വരൻ അനുഗ്രഹിച്ച് തരട്ടെ. എന്താ പറയാ, all the best. Thank you. And I'm so thankful. Thank you very much. Annie's Kitchen. Let's cook with love.